ഹോളോകോസ്റ്റ് ഭീകരതയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു ഇന്ന് നടന്ന ബന്ദിമോചനത്തിൽ ലോകം കണ്ടത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൽ ഭീകരർ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ബന്ദികളിൽ 3 പേരെയാണ് സമാധാന കരാർ പ്രകാരം ഇന്ന് മോചിപ്പിച്ചത്. ഓർ ലെവി, ഏലി ഷഹറാബി, ഓഹദ് ബെൻ ആമി എന്നിവരായിരുന്നു ആ 3 പേർ. മോചിപ്പിക്കപ്പെട്ടു എന്ന് ആശ്വസിക്കുമ്പോഴും അതിൽ 2 പേരുടെയും ഏറെ പ്രിയപ്പെട്ടവർ ഇന്ന് ഇസ്രായേലിൽ എന്നല്ല ഈ ഭൂമുഖത്ത് തന്നെയില്ല. ഹമാസ് ക്രൂരത അവരെ ജീവനെടുത്തിരിക്കുന്നു. ഏറെ നൊമ്പരമുണർത്തുന്ന ജീവിതകഥയാണ് ഇന്ന് ഹമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവർക്ക് പറയുവാനുള്ളത്. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ 56 വയസ്സുകാരനായ ഒഹാദ് ബെൻ ആമിയെയും 52 വയസ്സുള്ള ഏലി ഷറാബിയെയും ഗാസ അതിർത്തിയിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള കിബുട്സ് ബെറിയിലെ അവരുടെ വീടുകളിൽ നിന്നാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ ഏലി ഷറാബിയുടെ ഭാര്യയും 2 പെൺമക്കളും ഹമാസ് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഷറാബിയെ ഗാസയിലേക്ക് കൊണ്ടുപോയത്. തൻ്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ട വിവരം മോചിപ്പിക്കപ്പെടുന്നതിന് മുൻപ് വരെയും ഈ 491 ദിവസത്തെ നരക ജീവിതത്തിനിടയിൽ ഏലി ഷറാബി അറിഞ്ഞിരുന്നില്ല. അന്നത്തെ ആക്രമണത്തിൽ ഹമാസ് ഏലി ഷറാബിയോടൊപ്പം തട്ടിക്കൊണ്ടുപോയ സഹോദരൻ യോസി ഷറാബി ഗാസയിൽ ഹമാസിന്റെ തടവിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും ഹമാസിന്റെ കൈകളിലാണ്. ഒക്ടോബർ 7 നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് 34-കാരനായ ഓർ ലെവിയെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. സംഗീത പരിപാടിയിൽ തന്നോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരുന്ന ഓർ ലെവിയുടെ ഭാര്യ ഐനവ് ദാരുണമായി കൊല്ലപ്പെട്ടു. ഇവർക്ക് 3 വയസ്സുള്ള ഒരു മകനാണുള്ളത്. മൂന്നാമനായ ഒഹാദ് ബെൻ ആമിയുടെ ഭാര്യയും ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസിന്റെ ബന്ദിയായി ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയെങ്കിലും 2023 നവംബറിൽ തന്നെ അവരെ ഹമാസ് വിട്ടയച്ചിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 33 ബന്ദികളിൽ 16 പേർ ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇനി 17 പേർ കൂടി അവശേഷിക്കുന്നു. ഇതിൽ 8 പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അതേസമയം ഇന്നത്തെ ബന്ദികളുടെ മോചനത്തിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രായേൽ അത് മുഖവിലക്കെടുക്കുക തന്നെ ചെയ്യുമെന്നും സൈന്യവും ഗവൺമെന്റും ആരോഗ്യവകുപ്പും ബന്ദികളെയും കുടുംബാംഗങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.